പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തന്നെ കരുണയും മനോണി നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഏറ്റവും വലിയ തടസ്സം മനുഷ്യൻ്റെ പാപമാണ് എന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ആ വ്യക്തി ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെല്ലാം തടസ്സമാകുകയാണ്, ബ്ലോക്കാകുകയാണ്. അനുഗ്രഹത്തിൻ്റെ തടസ്സം പാപമാണെങ്കിൽ എന്താണ് പാപം എന്ന് നമുക്ക് പരിശോധിക്കാം. മനുഷ്യൻ അനുസരിക്കുവാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന നിയമങ്ങൾ ലംഘിക്കുമ്പോൾ അത് പാപമായി തീരുകയാണ്. നിയമലംഘനം, കൽപ്പനകൾ ലംഘിക്കുന്ന പാപമാണെങ്കിൽ ഒരു മനുഷ്യൻ ദൈവം നൽകിയ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. ദൈവം മനുഷ്യൻ നൽകിയിരിക്കുന്ന കൽപ്പനകളിൽ ഒരു പ്രധാനപ്പെട്ട കൽപ്പനയാണ്, നിയമമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, കുല ചെയ്യരുത്. കുലപാതകം പാപമാണ്. ദൈവം മനുഷ്യൻ നൽകിയ നിയമമാണ് കുല ചെയ്യരുത്. എന്താണ് കൊലപാതകം എന്ന് പറഞ്ഞാൽ? മനുഷ്യനെ കൊല്ലുന്നത് കൊലപാതകമാണ്. അത് ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നിയമം ലംഘിക്കുന്നു, പാപം ചെയ്യുന്നു, അനുഗ്രഹത്തിന് തടസ്സമായി തീരുന്നു. കർത്താവിന് വചനം പരിശോധിക്കുമ്പോൾ ലേവ്യ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ അരുളി ചെയ്യുന്നു, മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മൃഗത്തെ കൊല്ലുന്നവൻ പകരം മൃഗത്തെ കൊടുക്കണം. എന്നാൽ മനുഷ്യനെ കൊല്ലുന്നവനെ കൊന്നുകളയണം. ദൈവം നൽകുന്ന നിയമമാണ്, കൊലപാതകം ചെയ്ത വ്യക്തിക്കുള്ള ശിക്ഷ മരണശിക്ഷയാണ്. എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാൻ കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാപമാണ്. ദൈവം ഏറ്റവും കൂടുതൽ പ്രതികാരം ചെയ്യുന്ന പാപമാണ് കൊലപാതകം. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം ഇങ്ങനെ അരുളി ചെയ്യുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവരക്തത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും. ഓരോരുത്തരോടും സഹോദരൻ്റെ ജീവന് ഞാൻ കണക്ക് ചോദിക്കും. മനുഷ്യരക്തം ചൊരിയുന്നവൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും. കാരണം എൻ്റെ ഛായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം പറയുകയാണ്, ജീവരക്തത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും. ഓരോരുത്തരോടും സഹോദരൻ്റെ ജീവന് ഞാൻ കണക്ക് ചോദിക്കും. മനുഷ്യരക്തം ചൊരിയുന്നവൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും. കാരണം എൻ്റെ ഛായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ച ഒരു മനുഷ്യനെ നാം കൊന്നുകളയുമ്പോൾ ദൈവം അതിന് പ്രതികാരം ചെയ്യുമെന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. ജീവരക്തത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും. കൊലപാതകം ചെയ്ത വ്യക്തിക്ക് അനേക നാളുകൾ അല്ലെങ്കിൽ മാസങ്ങൾ, വർഷങ്ങൾ ഒരുപക്ഷെ മറഞ്ഞിരിക്കാൻ സാധിക്കും. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നു, ഒരിക്കലും അത് വെളിപ്പെടാതിരിക്കുകയില്ല. ഒരു കൊലപാതകം ചെയ്താൽ എപ്പോഴെങ്കിലും അത് വെളിപ്പെടും. കാരണം ദൈവം ഏറ്റവും കൂടുതൽ പ്രതികാരം ചെയ്യുന്ന പാപമാണ് കൊലപാതകം. മനുഷ്യൻ്റെ ജീവൻ്റെ രക്തത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കുമെന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാല ജീവിതത്തിൽ എപ്പോഴെങ്കിലും കൊലപാതകം എന്ന പാപം അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ സമ്മതിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുന്നില്ലെങ്കിൽ മരണശിക്ഷയ്ക്ക് കാരണമായ, നിത്യമരണത്തിന് കാരണമായ, രണ്ടാമത്തെ മരണമായ നരകാഗ്നിക്ക്, നിത്യമായ നരകാഗ്നിക്ക് കാരണമായ പാപമാണ് കൊലപാതകം എന്ന് നാം തിരിച്ചറിയണം. ഇത് കേൾക്കുമ്പോൾ പലരും പറയും, ഞാൻ വലിയ കൊലപാതകം ചെയ്തിട്ടില്ല, ഞാൻ ആരെയും കൊല്ലുകയും ചെയ്തിട്ടില്ല. എന്നാൽ ശ്രദ്ധിക്കുക, മനുഷ്യൻ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ഒരു കൊലപാതകമാണ് ഭ്രൂണഹത്യ. ഇന്ന് ഗർഭഛിദ്രം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി അറിഞ്ഞോ അറിയാതെയോ അത് പാപമാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് ചെയ്തു പോകുന്നൊരു പാപമാണ്. ഒരുപക്ഷെ പലരും അതിനെ ന്യായീകരിക്കുന്നുണ്ട്. ഇത് തെറ്റല്ല, ഇത് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനും ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല, അത് ഗവൺമെൻറ് പോലും അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്, അതൊരു നിയമലംഘനമല്ല എന്ന് പലരും പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ചറിയാതെ അതൊരു കൊലപാതകം തന്നെയാണ്.
അമ്മയുടെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പായി ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ജീവനായ ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നശിപ്പിക്കുന്നത് കൊലപാതകം തന്നെയാണ്. ഗർഭഛിദ്രം, ഭ്രൂണഹത്യ കൊലപാതകം തന്നെയാണ്. അത് ഏറ്റവും നീചമായ കൊലപാതകമാണ് ഭ്രൂണഹത്യ. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മെ ആരെങ്കിലും കൊല്ലാൻ വന്നാൽ നമുക്ക് ഓടി രക്ഷപ്പെടാം. അയ്യോ എന്നെ കൊല്ലുന്നേ എന്ന് ഉറക്കെ നിലവിളിക്കാം, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാം. പക്ഷേ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ കൊല്ലുവാൻ ചെല്ലുമ്പോൾ ആ കുഞ്ഞിന് ഓടി രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായെങ്കിലും രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അമ്മ എന്നെ കൊല്ലരുതേ എന്ന് ഉറക്കെ നിലവിളിക്കാൻ അതിന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് സംസാരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഏറ്റവും വലിയ ക്രൂരമായ നീചമായ കൊലപാതകമാണ് ഭ്രൂണഹത്യ, ഗർഭഛിദ്രം. ഇന്ന് എത്രയോ ആളുകൾ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ അത് ഒരു മനുഷ്യ ജീവനാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അത് അബോർഷൻ വഴി, ഭ്രൂണഹത്യ വഴി ക്ലോസറ്റിലേക്ക്, ബക്കലിലേക്ക് വലിച്ചെറിയുന്നു. ഇതൊരു കൊലപാതകമാണെന്ന് തിരിച്ചറിയണം. മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ക്രൂരമായ നീചമായ കൊലപാതകമാണ് ഭ്രൂണഹത്യ. ഭ്രൂണഹത്യയിലൂടെ വിധിക്കപ്പെടുന്ന ഈ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ ദൈവസന്നിധിയിൽ പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുമെന്ന് നാം തിരിച്ചറിയണം. നമ്മൾ ധരിച്ചിരിക്കുന്നത് കൊന്നുകളഞ്ഞ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അത് മരിച്ചുപോയി, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ തിരിച്ചറിയുക, ഒരു മനുഷ്യൻ്റെ മരണത്തിന് ശേഷം ആത്മാവ് ജീവിച്ചിരിക്കുന്നു. സത്യം തിരിച്ചറിയണം. ആദ്യമായി ഭൂമിയിൽ കൊലപാതകം ചെയ്ത വ്യക്തിയാണ് കായീൻ. കായീൻ ഹാബേലിനെ കൊന്നു. കായീൻ ഹാബേലിനെ കൊന്നപ്പോൾ ദൈവം കായീനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കർത്താവ് കായീനോട് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കുവാൻ വാവിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. അതായത് ഒരു കൊലപാതകം ചെയ്യുന്ന വ്യക്തി, ആ വചനം പറയുന്നു, അവൻ ഭൂമിയിൽ ശപിക്കപ്പെട്ടവനായിരിക്കും. അവൻ കൃഷി ചെയ്യുമ്പോൾ മണ്ണ് ഫലം തരികയില്ല, അല്ല ദാരിദ്ര്യം അനുഭവിക്കും. വീണ്ടും അവൻ അലഞ്ഞു തിരിയുന്നവനാവും. അതായത് ജീവിതകാലം മുഴുവൻ കഷ്ടത അനുഭവിക്കേണ്ടി വരും. പരിശോധിക്കുക, അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ കൊന്നുകളയുമ്പോൾ അതോടുകൂടി എല്ലാം തീർന്നു എന്ന് നാം ചിന്തിക്കരുത്. ആ കുഞ്ഞിൻ്റെ ആത്മാവ് ദൈവസന്നിധിയിൽ പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കും. ഇവിടെ കർത്താവ് വചനം പറയുകയാണ്, കായൻ ഹാബേലിനെ വഴിയിൽ വെച്ച് അടിച്ചു കൊന്നു. കായൻ വിചാരിച്ചത് ഹാബേൽ എന്നേക്കുമായി തീർന്നു പോയെന്നാണ്. എന്നാൽ ദൈവം കായനോട് പറയുകയാണ്, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നോട് നിലവിളിച്ച് കരയുക. അപ്പോൾ കായൻ ഹാബേലിനെ കൊന്നുവെങ്കിലും ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഹാബേലിൻ്റെ രക്തം എന്ന് പറയുന്നത് ഹാബേലിൻ്റെ ആത്മാവാണ്. വചനം പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്മാവ് ജീവൻ നിലനിൽക്കുന്ന രക്തത്തിലാണ്. രക്തം നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ആത്മാവ് നിലവിളിക്കുന്ന. അപ്പോൾ ശരീരമായി മരണം വഴി ഹാബേൽ മരണം വഴി ലോകത്ത് മാറ്റപ്പെട്ടു. പക്ഷേ ഹാബേലിൻ്റെ ആത്മാവ് ഭൂമിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുക. നമ്മൾ തിരിച്ചൊരു സത്യമുണ്ട്, മരണത്തോടുകൂടി തീരുന്നല്ല മനുഷ്യൻ്റെ ജീവിതം. ഒരുപക്ഷെ മരണത്തിലൂടെ അവൻ്റെ ആത്മാവ് ശരീരം വേർപെട്ട് കഴിഞ്ഞാൽ ആത്മാവ് ജീവിച്ചിരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, കൊലപാതകം ചെയ്ത ഒരു ആത്മാവ് ദൈവസന്നിധിയിൽ പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കും. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നാം കഷ്ണം കഷ്ണമായി മുറിച്ച് പക്കലിലേക്ക് വലിച്ചെറിയുന്ന ഈ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ ദൈവസന്നിധിയിൽ പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്ന ഒരു സത്യം തിരിച്ചറിയണം. ഒരിക്കലൊരു ധ്യാനത്തിൽ ഒരു സഹോദരി കൗൺസിലിങ്ങിന് വന്നപ്പോൾ, പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ, ആ സഹോദരി വളരെ വേദനയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല. വർഷങ്ങളായിട്ട് ഞാൻ രാത്രി ഉറങ്ങുന്നില്ല, പകലാണ് എൻ്റെ ഉറക്കം. എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, സഹോദരി എന്തുകൊണ്ടാണ് രാത്രി ഉറങ്ങാൻ കഴിയാത്തത്? അപ്പോൾ സഹോദരി പറഞ്ഞു, രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ വലിയ നിലവിളി കേൾക്കുക, വലിയ കരച്ചിൽ കേൾക്കുക. അതുകൊണ്ട് എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പലപ്പോഴും ഉറങ്ങുന്നത് പകലാണ്. വർഷങ്ങളായിട്ട് എനിക്ക് രാത്രി ഉറക്കമില്ല. എനിക്ക് ഉറക്കം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിപ്പോൾ കർത്താവ് ഒരു സന്ദേശം നൽകി. ഞാൻ ചോദിച്ചു, സഹോദരി നിങ്ങൾ എപ്പോഴെങ്കിലും ഉദരത്തിൽ കിടന്ന കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞിട്ടുണ്ട്? ആ സഹോദരി വളരെ വേദനയോടെ കണ്ണുനീരോടെ പറഞ്ഞു, ഉണ്ട്,
വിവാഹത്തിന് മുമ്പ് 3 കുഞ്ഞുങ്ങളെ, വിവാഹത്തിന് ശേഷം 4 കുഞ്ഞുങ്ങളെ, 7 കുഞ്ഞുങ്ങളുടെ ഉദരത്തിൽ വെച്ച് കൊന്നുകളഞ്ഞ അമ്മ പറയുകയാണ്, എനിക്ക് രാത്രി ഉറക്കം കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചു, സഹോദരൻ, നിങ്ങൾ പിന്നെ എങ്ങനെ കിടന്നുറങ്ങും? വിവാഹത്തിന് മുമ്പ് 3 കുഞ്ഞുങ്ങൾ ഉദരത്തിൽ വെച്ച് കൊന്നുകളഞ്ഞ, വിവാഹത്തിന് ശേഷം 4 കുഞ്ഞുങ്ങൾ ഉദരത്തിൽ വെച്ച് കൊന്നുകളഞ്ഞ നിങ്ങൾക്ക് പിന്നെ എങ്ങനെ ഉറങ്ങാൻ പറ്റും? ഈ കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ ദൈവസന്നിധിയിൽ പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുക. ആ കരച്ചിലാണ് ഇപ്പോൾ നിങ്ങളുടെ കാതിൽ മുഴങ്ങുന്നത്. നിങ്ങൾ അനുദപിക്കണം. ഞാൻ ചോദിച്ചു, എപ്പോഴെങ്കിലും നിങ്ങൾ കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞോ? അപ്പോൾ സഹോദരൻ പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ കുമ്പസാരത്തിൽ പറയും, ഞാൻ ഒത്തിരി അബോർഷൻ ചെയ്തു പോയി, കൊലപാതകം ചെയ്തു പോയി എന്ന് പറയും. ദൈവസന്നിധിയിൽ ചെയ്തു പോയ പാപം നിയമത്തിൻ്റെ മുന്നിൽ കുറ്റവാളി കുറ്റം സമ്മതിക്കുന്ന പോലെ ദൈവസന്നിധിയിൽ സമ്മതിച്ച് പറയുന്നില്ല എങ്കിൽ പാപം ക്ഷമിക്കപ്പെടുകയില്ല. ഞാൻ പറഞ്ഞു, സഹോദരൻ, നിങ്ങൾ വ്യക്തമായി കുമ്പസാരത്തിൽ പറയണം. വിവാഹത്തിന് മുമ്പ് എത്ര കൊലപാതകം ചെയ്തു, വിവാഹത്തിന് മുമ്പ് എത്ര അബോർഷൻ ചെയ്തു, വിവാഹത്തിന് ശേഷം എത്ര അബോർഷൻ ചെയ്തു, വ്യക്തമായി ദൈവസന്നിധിയിൽ സമ്മതിക്കണം. കർത്താവേ, ഞാൻ വിവാഹത്തിന് മുമ്പ് ഇത്ര അബോർഷൻ കൊലപാതകം ചെയ്തു പോയി, ഞാൻ വിവാഹത്തിന് ശേഷം ഇത്ര അബോർഷൻ കൊലപാതകം ചെയ്തു പോയി. ഇന്ന് ഇതൊരു തെറ്റാണ്, ഇതൊരു പാപമാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പിശാച് പല മനുഷ്യൻ്റെ പല വ്യക്തികളുടെ കണ്ണ് അന്ധമാക്കിയിരിക്കുക. ഇന്ന് ഇത് സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ. ഇത് ഒരു തെറ്റല്ല, നിയമം അംഗീകരിക്കുന്നതാണ്, ഗവൺമെൻറ് അംഗീകരിക്കുന്നതാണ്, ഇതൊരു പാപമല്ല എന്ന് ധരിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. എന്നാൽ കർത്താവിന്റെ വചനം പറയുകയാണ്, കായീനോട് ദൈവം ചോദിക്കുക, നിന്റെ സഹോദരനായ ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുക. ഒരുപക്ഷെ നിയമത്തിന് ഇത് കാണാൻ സാധിക്കുകയില്ല, മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ഇത് കാണാൻ സാധിക്കുകയില്ല. ദൈവം പറയുകയാണ്, നീ കൊല ചെയ്ത വ്യക്തിയുടെ ആത്മാവ് പ്രതികാരത്തിന് വേണ്ടി എൻ്റെ സന്നിധിയിൽ നിലവിളിക്കുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മാപ്പ് ചോദിക്കുക, ദൈവസന്നിധിയിൽ അനുദപിക്കുക. കുറ്റബോധമല്ല വേണ്ടത്, ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് അനുദപിക്കുക. കർത്താവേ, ഞാൻ സ്വർഗത്തിനെതിരായി, ദൈവമേ അങ്ങേക്കെതിരായി, എൻ്റെ ഉദരത്തിൽ വളർന്ന ആ കുഞ്ഞിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ തെറ്റ് ചെയ്തു പോയി. ഒരുപക്ഷെ അറിവില്ലാതെയായിരിക്കാം, അറിഞ്ഞുകൊണ്ടായിരിക്കാം. അറിവില്ലാതെയാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും നിശ്ചയത് കൊലപാതകമാണ്. അത് കർത്താവിന് സമ്മതിക്കുക, അനുദപിക്കുക, മാപ്പ് ചോദിക്കുക. ആ കുഞ്ഞിനോട് മാപ്പ് ചോദിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് അനുദപിച്ച് മാപ്പ് ചോദിക്കുക. ഇന്ന് പലപ്പോഴും ഈ സത്യം തിരിച്ചറിയാൻ കഴിയാതെ എത്രയോ വ്യക്തികളാണ് ഈ പാപത്തിൻ്റെ അനന്തരഫലം അനുഭവിക്കുന്നത്. കായീനോട് ദൈവം പറയുകയാണ്, നിന്റെ സഹോദരൻ്റെ രക്തം വീണ ഈ ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. അവൻ ചെയ്ത കൊലപാതകം അവൻ്റെ ജീവിതത്തിലേക്ക് ശാപമായി കടന്നു വന്നു. വീണ്ടും വചനം പറയുകയാണ്, നീ കൃഷി ചെയ്യുമ്പോൾ മണ്ണ് ഫലം തരികയില്ല, നീ ദാരിദ്ര്യം അനുഭവിക്കും. വീണ്ടും വചനം പറയുകയാണ്, നീ ജീവിതകാലം മുഴുവൻ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നതിനായി, ജീവിതകാലം മുഴുവൻ കഷ്ടത അനുഭവിക്കുന്നതിനായി തീരും. അവൻ ചെയ്ത പാപത്തിൻ്റെ അനന്തരഫലം ജീവിതത്തിലേക്ക് ശാപമായി, ദാരിദ്ര്യമായി, കഷ്ടതയായി കടന്നു വന്നു. ഒരിക്കലൊരു സഹോദരി വളരെ നിർബന്ധിച്ച് ആ സഹോദരി വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോയി. ഞാൻ പോകാൻ ധൃതി പിടിച്ചിരിക്കുന്ന സമയത്ത് സഹോദരി നിർബന്ധിച്ച് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയതാണ്. എനിക്ക് പോകാൻ ധൃതി ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാനായിട്ട് കണ്ണടച്ചപ്പോൾ കർത്താവ് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? അപ്പോൾ അവർ നേരത്തെ എന്നോട് പറഞ്ഞു, എനിക്ക് 2 മക്കളുണ്ട്, മൂത്തത് ആണാണ്, ഇളയത് പെൺകുട്ടിയാണ്. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് വീണ്ടും ചോദിക്കാൻ പറയുകയാണ്, നിങ്ങൾക്ക് എത്ര മക്കൾ നിങ്ങളുടെ ഉദരത്തിൽ ജനിച്ചിരുന്നു? അപ്പോൾ സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഉദരത്തിൽ 4 കുഞ്ഞുങ്ങൾ ജനിച്ചിരുന്നു. ഞാൻ ചോദിച്ചു, 2 കുഞ്ഞുങ്ങൾ എവിടെ? അപ്പോൾ ആ സഹോദരി വേദനയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മൂത്ത മകൻ ജനിച്ച് ഏതാനും മാസങ്ങൾ തികയുന്നതിന് മുമ്പ് എൻ്റെ അടുത്തൊരു കുഞ്ഞുണ്ടായി. രണ്ടാമതൊരു കുഞ്ഞുണ്ടായപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇപ്പോൾ ഈ ഉദരത്തിൽ ഉണ്ടായ കുഞ്ഞ് ആദ്യം ഉണ്ടായ കുഞ്ഞിന് ദോഷമാണ്. നമുക്ക് മൂത്ത കുഞ്ഞിനെ കൂടുതൽ ശ്രദ്ധിക്കാനും നന്നായി പഠിപ്പിക്കുവാനും സാധിക്കണമെങ്കിൽ ഈ ഇളയ കുഞ്ഞുണ്ടാകരുത്. മൂത്ത കുഞ്ഞിന് ഇളയ കുഞ്ഞൊരു തടസ്സമാണ്. ഈ കുഞ്ഞിന് ഇപ്പോൾ വേണ്ട, നമുക്കിനിയും ഒരു 3 വർഷം കഴിഞ്ഞിട്ടൊരു കുഞ്ഞ് മതി. ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി രണ്ടാമതുണ്ടായ കുഞ്ഞിനെ അവർ അബോർട്ട് ചെയ്തു, ഭ്രൂണഹത്യ ചെയ്തു. അതിനുശേഷം 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കുഞ്ഞുണ്ടായി. അതാണ് രണ്ടാമതുണ്ടായ പെൺകുട്ടി. ആ കുഞ്ഞുണ്ടായപ്പോൾ വളരെ സന്തോഷമായി, ഒരു ആൺകുട്ടിയായി ഒരു പെൺകുട്ടിയായി. എന്നാൽ ആ രണ്ടാമത് ഉണ്ടായ പെൺകുട്ടിക്ക് ശേഷം അടുത്തൊരു കുഞ്ഞുണ്ടായി. ഏതാനും മാസങ്ങൾ തികയുന്നതിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടായി. അപ്പോഴും ഈ ഭർത്താവ് ഇതേ വാക്കുകൾ തന്നെ പറയാൻ തുടങ്ങി, ഇപ്പോൾ നമുക്ക് ഒരു ആൺകുട്ടിയായി ഒരു പെൺകുട്ടിയായി, ഇനി ഒരു കുഞ്ഞിൻ്റെ ആവശ്യം നമുക്കില്ല.
അതുപോലെ ഈ കുഞ്ഞിനെ നമ്മളിപ്പോൾ സ്വീകരിച്ചാൽ ഈ 2 കുഞ്ഞുങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഈ ഭാര്യ 4ാമത് ഉദരത്തിൽ ജനിച്ച കുഞ്ഞിനെയും കൊന്നുകളഞ്ഞു. എന്നിട്ട് ആ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, സംതൃപ്തിയില്ല. അവർക്കുണ്ടായിരുന്ന ബിസിനസ് എല്ലാം തകർന്ന് കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യയായി. ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റ് അവസാനം 2 ഏക്കർ ഭൂമി മാത്രമായി. ആ സഹോദരി പറയുകയാണ്, അതിനുശേഷം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, മക്കളുടെ ജീവിതത്തിൽ ഒരു സന്തോഷവുമില്ല, സംതൃപ്തിയില്ല, എന്നും പ്രതിസന്ധിയാണ്, എന്നും ദാരിദ്ര്യമാണ്, എന്നും കഷ്ടതയാണ്. വചനം പറയുന്നു, നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വാ പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നീ കൃഷി ചെയ്യുമ്പോൾ നിനക്ക് മണ്ണ് ഫലം തരികയില്ല, നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. ഒരു മനുഷ്യൻ ഭ്രൂണഹത്യ ചെയ്യുമ്പോൾ അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് കർത്താവിന് വചനം പഠിപ്പിക്കുകയാണ്. നീ ചെയ്യുന്ന പാപത്തിൻ്റെ അനന്തരഫലം ജീവിതകാലം മുഴുവൻ ശാപമായിരിക്കും. നീ ചെയ്യുന്ന പാപത്തിൻ്റെ അനന്തരഫലം ജീവിതകാലം മുഴുവൻ കഷ്ടതയായിരിക്കും. നീ ചെയ്യുന്ന പാപത്തിൻ്റെ അനന്തരഫലം നിൻ്റെ ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യമായിരിക്കും. ഇത് തിരിച്ചറിയാൻ കഴിയാതെ ഇന്ന് ഈ പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നൊരു വ്യക്തി അനുദപിക്കുന്നില്ല എങ്കിൽ, ദൈവസന്നദ്ധിയിൽ കർത്താവ് ഞാൻ പാപം ചെയ്തു പോയി, തെറ്റ് ചെയ്തു പോയി, കൊലപാതകം ചെയ്തു പോയി എന്ന് സമ്മതിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ അനന്തരഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ വേട്ടയാടും. കഴിഞ്ഞകാല ജീവിതത്തിൽ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക. ഒരുപക്ഷെ കഴിഞ്ഞ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞു, അനുദപിച്ചു, എന്നിട്ടും അത് കുറ്റബോധമായി മനസ്സിൽ വേട്ടയാടുന്നുവെങ്കിൽ നാം തിരിച്ചറിയണം, ആ കുറ്റബോധം മാറാതെ ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കുകയില്ല. ഒരുപക്ഷെ കൊലപാതകം ചെയ്തു പോയി, അറിഞ്ഞോ അറിയാതെയോ ഒരു അബോർഷൻ ഉദരത്തിൽ വെച്ച് കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. ഇത് പിന്നീടാണ് പാപമാണെന്ന് തിരിച്ചറിഞ്ഞത്. പാപമാണ് തിരിച്ചറിഞ്ഞപ്പോൾ ഉടനെ കർത്താവിന്റെ കണ്ണുനീരോടെ അനുദപിച്ച് ഏറ്റുപറഞ്ഞു. എന്നിട്ടും ഈ കുറ്റബോധം വേട്ടയാടുന്നുവെങ്കിൽ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയുണ്ട്. ഞാൻ ഉദരത്തിൽ വെച്ച് കൊന്നുകളഞ്ഞ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്നെനിക്ക് ആ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം, ആ കുഞ്ഞിന് ആവശ്യമായിരിക്കുന്ന ആഹാരം, ആ കുഞ്ഞിന് ആവശ്യമായിരുന്ന വസ്ത്രം, ആ കുഞ്ഞിൻ്റെ വിവാഹം, ഇതെല്ലാം ഞാൻ നടത്തി കൊടുക്കേണ്ട വ്യക്തിയായിരുന്നു. എന്നാൽ ഉദരത്തിൽ വെച്ച് ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞപ്പോൾ ഇതെല്ലാം എനിക്ക് ലാഭമായി. എന്നാൽ നിന്ന് ആ കുറ്റബോധം വേട്ടയാടുന്നുവെങ്കിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയുണ്ട്. ഇന്ന് ഒരു അനാഥ കുഞ്ഞിനെ കണ്ടെത്തി ആ കുഞ്ഞിന് ആവശ്യമായിരിക്കുന്ന വിദ്യാഭ്യാസത്തിനുള്ള ചെലവ്, വസ്ത്രത്തിനുള്ള ചെലവ്, ആ കുഞ്ഞിനൊരു വിവാഹം നടത്തി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിൻ്റെ കഴിവിനനുസരിച്ച്, നിൻ്റെ വരുമാനത്തിനനുസരിച്ച് നീ എന്തെങ്കിലും അതിനു വേണ്ടി ചെയ്യുന്നുവെങ്കിൽ ഈ കുറ്റബോധത്തിന് മോചനം പ്രാപിക്കാം. ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊന്നുകളയുന്നത് കൊലപാതകം തന്നെയാണ് എന്ന് തിരിച്ചറിയുക. അത് ഏറ്റവും നീചമായ കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസ്ഥനിൽ അനുദപിക്കുക. ചിലർ പറയും, ഞാൻ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അബോർഷൻ ചെയ്തിട്ടില്ല, പക്ഷേ അബോർഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്, ഞാനതിന് കൂട്ടുനിന്നിട്ടുണ്ട്, ഒരു ഡോക്ടറായ, നേഴ്സായി, അല്ലെങ്കിൽ ഞാൻ അതിന് കൂട്ടുനിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പ്രേരിപ്പിച്ചത് മുഖാന്തരം മറ്റുള്ളവരത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാണോ കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്നത്, കൂട്ടുനിൽക്കുന്ന ആ വ്യക്തിയാണ് ഒന്നാമത്തെ പ്രതി. അപ്പോൾ കൊലപാതകം ചെയ്യുന്ന വ്യക്തി ആയിരിക്കണമെന്നില്ല ഒന്നാം പ്രതി. കൊലപാതകത്തിന് പ്രേരണ നൽകുന്ന, അതിന് പണം നൽകുന്ന, അതിന് കൂട്ടുനിൽക്കുന്ന, അതിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആ കൊലപാതകത്തിൻ്റെ ഒന്നാമത്തെ പ്രതി. ഞാൻ കാരണം, എൻ്റെ പ്രചോദനം കാരണം, എൻ്റെ ഉപദേശം കാരണം, ഞാൻ കാരണം ഒരു കുഞ്ഞ് മരിക്കാൻ കാരണമായിട്ടുണ്ടോ? എൻ്റെ സ്വന്തത്തിൽപ്പെട്ട, എൻ്റെ ബന്ധത്തിൽപ്പെട്ട, അല്ലെങ്കിൽ എൻ്റെ മരുമകളോട്, എൻ്റെ മകളോട് ഞാൻ പറഞ്ഞു, ഞാൻ പ്രേരിപ്പിച്ചു, എൻ്റെ വാക്ക് കേട്ട് ഞാൻ പ്രചോദിപ്പിച്ചത് മുഖാന്തരം ആരുടെയെങ്കിലും ഉദരത്തിൽ കിടന്ന ഒരു കുഞ്ഞ് മരിക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ പ്രതി ഞാനാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞ് കൊലപാതകം ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ് കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ചെയ്തു പോയ അപരാധത്തെ പ്രതി ദൈവസ്ഥനിൽ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുക. മത്തായി സുവിശേഷം 23-ാം അധ്യായം 36-ാം വാക്യത്തിൽ പറയുന്നു, ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെ രക്തം നിങ്ങളുടെ മേൽ പതിക്കും. ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെ രക്തം നിങ്ങളുടെ മേൽ പതിക്കും. ഞാൻ മൂലം ഏതെങ്കിലും ഒരു നിഷ്കളങ്കമായ ഒരു കുഞ്ഞ്, നിഷ്കളങ്കയായ ഒരു കുഞ്ഞ് ഉദരത്തിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ആത്മാവിൻ്റെ കണക്ക് ഞാൻ ദൈവസന്നിധിയിൽ പറയേണ്ടി വരും. അതുകൊണ്ട് അനുദപിക്കുക, മാപ്പി ചോദിക്കുക. ഇനി ചിലർ, ഞാൻ അബോർഷനും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാനൊരു അബോർഷന് അല്ലെങ്കിൽ കൊലപാതകത്തിന് അല്ലെങ്കിൽ
ഭ്രൂണഹത്യക്ക് ഞാൻ ആരെയും പ്രേരിപ്പിച്ചിട്ടില്ല എന്ന് പറയുമായിരിക്കും. എന്നാൽ തുല്യമായ അബോർഷന് തുല്യമായ മറ്റൊരു പ്രവൃത്തിയാണ് കൃത്രിമ ജനന നിയന്ത്രണ മാർഗങ്ങൾ. ഇത് തെറ്റാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഇന്ന് പലരും ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങൾ നശിച്ചു പോകാൻ കാരണമാണ് കൃത്രിമമായ ജനന നിയന്ത്രണ മാർഗങ്ങൾ. സ്ത്രീയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ആദ്യമായി ജനിക്കുന്നത് അണ്ടവാഹിനിക്കുഴലിലാണ്. ഈ അണ്ടവാഹിനിക്കുഴലിൽ ഒരു കുഞ്ഞ് ഭ്രൂണമായി ജനിച്ചാൽ ഈ കുഞ്ഞ് ഏതാനും സമയം കഴിയുമ്പോഴാണ് ഗർഭപാത്രത്തിൽ എത്തുന്നത്. ഗർഭപാത്രത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ അണ്ടവാഹിനിക്കുഴൽ അല്ലെങ്കിൽ ഫളോപ്പിൻ ട്യൂബ് കോപ്പർ ടി വെച്ച് ബ്ലോക്ക് ചെയ്താൽ ആ കുഞ്ഞ് ഗർഭപാത്രത്തിൽ എത്താൻ കഴിയാതെ ഫളോപ്പിൻ ട്യൂബിൽ വെച്ച് അണ്ടവാഹിനിക്കുഴലിൽ വെച്ച് എന്നേക്കുമായത് മരിച്ചുപോയി. ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ ജനിക്കുന്നില്ല എങ്കിൽ ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് നശിച്ചു പോകും. നാം തിരിച്ചറിയണം, അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണമായി ജനിക്കുന്നൊരു കുഞ്ഞ് ഗർഭപാത്രത്തിലെത്താൻ തടസ്സം നിൽക്കുന്നത് കൃത്രിമമായ ജനന നിയന്ത്രണ മാർഗങ്ങളാണ്. കോപ്പർ ടി പോലുള്ള വസ്തുക്കൾ ഒരു സ്ത്രീ ഉപയോഗിക്കുമ്പോൾ ഒരു മാസത്തിൽ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് കൊന്നുകളയുക ചെയ്യുന്നു. ആ ഫളോപ്പിൻ ട്യൂബിൽ അണ്ടവാഹിനിക്കുഴലിൽ ഭ്രൂണമായി ജനിച്ച ആ മനുഷ്യൻ്റെ ജീവനായിരിക്കുന്ന ആ കുഞ്ഞ് ഗർഭപാത്രത്തിൽ എത്താൻ കഴിയാതെ ആ ട്യൂബിൽ വെച്ച് തന്നെ അണ്ടവാഹിനിക്കുഴലിൽ വെച്ച് തന്നെ എന്നേക്കുമായി മരണം വഴി ലോകത്ത് മാറ്റപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയോ സ്ത്രീകളാണ് ഉദരത്തിൽ വെച്ച് കൃത്രിമമായ ജനന നിയന്ത്രണ മാർഗങ്ങളിലൂടെ ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു. അപ്പോൾ ഞാൻ അബോർഷൻ ചെയ്യുന്നില്ല, ഞാൻ കൊലപാതകം ചെയ്യുന്നില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ പോലും നാം അറിയാതെ തന്നെ ഉദരത്തിൽ വെച്ച് എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു എന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ജീവൻ്റെ നാശത്തിന് മരണത്തിന് ഞാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അത് കൊലപാതകമാണ്. അതിനെ ഓർത്ത് അനുദപിക്കുക, മാപ്പ് ചോദിക്കുക. ഇത് കുറ്റബോധമായി മനസ്സിൽ വേട്ടയാടാതെ ദൈവസന്നിധിയിൽ അനുദപിച്ച് പാപിയാണെന്ന് സമ്മതിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മോട് കരുണ കാണിക്കും, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും, നമ്മെ വിശുദ്ധീകരിക്കും. നാം ചെയ്യുന്ന പാപം നമ്മുടെ നാശത്തിന് കാരണമാകുന്നുവെങ്കിൽ നാം അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിക്കുമ്പോൾ നമുക്കും നമ്മുടെ തലമുറയ്ക്കും അനുഗ്രഹമായി തീരും. വചനം പറയുന്നു, പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പന അനുസരിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അനുഗ്രഹം 1000 തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിച്ച് ഇനി മരിക്കേണ്ടി വന്നാൽ ഞാൻ പാപം ചെയ്യില്ല എന്ന് തീരുമാനമെടുത്ത് ഞാൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്താൽ എനിക്കും എൻ്റെ 1000 തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി തീരും. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ എപ്പോഴെങ്കിലും ഞാൻ കൊലപാതകം എന്ന പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അനുദപിക്കുക, ദൈവസന്നിധിയിൽ ഒരു സത്യകുംഭസാരത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ സ്വീകരിച്ച് തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്നു. കൊലപാതകം ചെയ്യരുത് എന്ന് അവിടെ നിന്ന് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ പലപ്പോഴായിട്ട് പല തരത്തിൽ കൊലപാതകം എന്ന പാപം ചെയ്തു പോയിട്ടുണ്ട്. കർത്താവെ, മനുഷ്യനെ കൊല്ലുന്നത് കൊലപാതകമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊന്നുകളയുന്നത് കൊലപാതകമാണ് തിരിച്ചറിയുന്നു. കർത്താവെ, ഞങ്ങൾ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുമ്പോൾ, അതിനെ പ്രേരിപ്പിക്കുമ്പോൾ, അബോർഷന് വേണ്ടി പ്രേരണ നൽകുമ്പോൾ ഞങ്ങൾ കൊലപാതകത്തിൽ 1-ാം പ്രതിയാണെന്ന് തിരിച്ചറിയുന്നു. കൃത്യമായ ജനന നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉദരത്തിൽ വെച്ച് അനേകം കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന സത്യം തിരിച്ചറിഞ്ഞ് കർത്താവ്, ഞങ്ങൾ ചെയ്തു പോയ പാപത്തെ ഓർത്ത് അനുദപിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ പാപത്തിന് അടിമയായി തീർന്നിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പാപമോചനവും പശ്ചാത്താപവും നൽകി കർത്താവെ നിത്യരക്ഷയിലേക്ക് നയിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അനുതാപ ഹൃദയം നൽകണം, പാപബോധം നൽകണം, പശ്ചാത്താപം നൽകണം. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ അനുതാപ ഹൃദയം നൽകി പാപമോചനം നൽകി നിത്യരക്ഷയിലേക്ക് നയിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്ന
നൂറുകണക്കിന് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവേ, പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം, മഹത്വം എടുത്തിരിക്കുക സ്തോത്രം. യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.